സൂപ്പർമാന്റെ പുതിയ സിനിമ ആദ്യത്തെ ദിവസം അത്യാവശ്യം നല്ലൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ നടത്തുകയും ആൾക്കാരുടെ നിന്ന് ഡീസന്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തു. എന്നാൽ ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ ഇത്രമാത്രം ഹൈറ്റ് കയറിയിട്ടുള്ള വേറെ സിനിമ നമ്മുടെ ഈ DC യൂണിവേഴ്സിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ടാവില്ല. പഴയ DC-യിലായാലും മാർവലിലായാലും ഇത്ര വലിയൊരു ഹൈറ്റ് കയറിയിട്ടുള്ള സിനിമ വേറെ ഇല്ല. പറഞ്ഞു വരുന്നത് ഹെൻറി കാവിലിന്റെയും പുതിയ സൂപ്പർമാനായ ഡേവിഡിന്റെയും പ്രശ്നങ്ങളാണ്. അതായത് ഹെൻറി കാവിലും ഇദ്ദേഹമായിട്ടുള്ള കമ്പാരിസൺ ആണ് ഇപ്പൊ നടക്കുന്നത്. കമ്പാരിസൺ ആവശ്യമാണെന്ന് ചോദിച്ചാൽ ഒരു തോതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്റർനെറ്റ് വരെ ഈ സംഭവത്തിന് എടുത്തു പോക്കി. ഇപ്പൊ ഞാൻ ഈ എടുത്ത് കണ്ടതാണ് സ്റ്റാർ മൂവീസിന്റെ ഒരു ആഡ്. അതായത് നമ്മുടെ പുതിയ സൂപ്പർമാന്റെ പഴയ സൂപ്പർമാന്റെ മാൻ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്ന, അതായത് ഹെൻറി കാവിൽ നായകനായിട്ടുള്ള മാൻ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്ന സിനിമ അവർ സ്റ്റാർ മൂവീസിൽ സ്ട്രീം ചെയ്യണമെന്ന് ഇപ്പൊ പരസ്യം പോലെ നമ്മുടെ എക്സിൽ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി സ്റ്റാർ മൂവീസിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹെയ്റ്റ് വെച്ച് നെഗറ്റീവ് പ്രൊഡക്ടിവിറ്റി എന്നൊക്കെ പറയില്ലേ, അതായത് നെഗറ്റീവിനെ വെച്ചിട്ട് എങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ മാക്സിമം മാർക്കറ്റ് ചെയ്യാം, അതാണ് അവർ സൂപ്പർമാൻ കണ്ട്, അതായത് പുതിയ സൂപ്പർമാൻ കണ്ട് ഇഷ്ടപ്പെട്ടവർ വരെ ഇപ്പൊ മാൻ ഓഫ് സ്റ്റീൽ ആയിട്ട് ഈ ഒരു സിനിമയെ കമ്പയർ ചെയ്യുകയാണ്. അതിനിടയ്ക്കൂടെ ഈ ഒരു സാധനം കൂടി വരുന്ന സ്ഥിതിക്ക് അപ്പോൾ സൂപ്പർമാൻ കണ്ട എല്ലാവരും ഒന്ന് കണ്ടേക്കാം, ഇത് മാൻ ഓഫ് സ്റ്റീൽ ഇതിനെക്കാട്ടും മികച്ച് നിൽക്കുന്ന ഒരു സിനിമയാണോ എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടുനോക്കിയിട്ടുണ്ടാവും. എന്തൊക്കെ തന്നെയെങ്കിലും സംഭവം കൊള്ളാം. ഇത്ര വലിയ ഹൈറ്റിൻ്റെ ഒന്നും കാര്യമില്ല. കാരണം പിന്നെ ഏറ്റവും വലിയ കാരണങ്ങളായിട്ട് പറയുന്നത് നമ്മുടെ ഹെൻറി കാവിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹെൻറി കാവിലെ ബോഡി പിന്നെ സ്യൂട്ടിനൊക്കെ വലിയൊരു വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെട്ട സൂപ്പർമാൻ ഹെൻറി കാവിൽ തന്നെയാണ്. എനിക്ക് ഇയാളെന്നും കണ്ടിട്ട് വലിയതായിട്ട് തോന്നുന്നില്ല. നമ്മുടെ ഹെൻറി കാവിലിന്റെ മെയിൻ നമ്മളിതൊന്നും വലിയ കാര്യമായിട്ടൊന്നും പറയാൻ ഇൻഡസ്ട്രി ഫാൻസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിച്ചേക്കാം.